കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനം വിശ്വസ്തയോടെ സംസാരിക്കുന്നതാണ് ശുശ്രൂഷകന്റെ ദൗത്യം. ദൈവം തീർച്ചയായും തൻ്റെ വചനം നമുക്ക് അയക്കുന്നുണ്ട്. അതേസമയം സംസാരിക്കുന്ന ശബ്ദം കേൾക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആ ശബ്ദത്താൽ ഉയർത്തപ്പെട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിൽ മുന്നേറുന്നു. ഹല്ലേലൂയ! നമുക്കത് വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വചനത്തെ അയക്കുന്നത് തൻ്റെ സഭയെ ഉയർപ്പിക്കുന്നതിനും ഉണർത്തുന്നതിനും അവൾ ശക്തി പ്രാപിക്കുന്നതിനും ആണ്. അവൾ ആയിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുന്നതിനും ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പിലാക്കുന്നതിനും ഈ ഭൂമിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി തീരുന്നതിനുമാണ് ദൈവം തൻ്റെ വചനത്തെ അയക്കുന്നത്. ദൈവജനങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. ദൈവം ഇന്ന് തൻ്റെ സഭയിലേക്ക് തൻ്റെ വചനത്തെ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രം പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന സമയത്ത് എല്ലാവരും തന്നെ സ്വീകരിച്ചില്ല എന്ന് നമുക്കറിയാം. ചുരുക്കം ചിലർക്ക് മാത്രമേ താൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് ഒരു ശേഷിപ്പിന് മാത്രമേ ഇതിനെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. ഇസ്രായേലിൽ ഭൂരിഭാഗവും ഇത് വളരെ നിസ്സാരമായി കണ്ടു. യഹോവയായ ദൈവത്തെ അവർക്ക് വളരെ അറിയാമായിരുന്നു. അവർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായിരുന്നു. അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്ന് അവർ എപ്പോഴും അവകാശപ്പെട്ടു. അബ്രഹാമുമായുള്ളതായ ദൈവത്തിൻ്റെ ഉടമ്പടിയെ അവർ അവകാശപ്പെട്ട് താൻ അവരുടെ പിതാവാണ് എന്നും ഏറ്റുപറഞ്ഞു. അവർ മോശയുടെ ന്യായപ്രമാണത്തോടും ദേവാലയത്തോടും എല്ലാം വളരെ അടുപ്പമുള്ളവരായിരുന്നു. അതിനാൽ അവർ എല്ലാം വളരെ നിസ്സാരമായി കണ്ടു. അങ്ങനെ അവർ അവരുടെ രക്ഷയെ നഷ്ടപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അവർ ദൈവിക കാര്യങ്ങളിൽ സജീവരായിരുന്നു, എങ്കിലും ആത്മീയമായി ഉറങ്ങുകയായിരുന്നു. യഹൂദ മതാനുഷ്ഠാനങ്ങളെയും മത ഉത്തരവാദിത്തങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർ വളരെ സജീവരായിരുന്നു, എങ്കിലും അവർ ആത്മീയമായി ഉറങ്ങുകയായിരുന്നു. ദൈവം അവരുടെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളെ അവർ നഷ്ടമാക്കിയെന്ന് നാം കാണുന്നു. അത് അവർക്ക് ഒരു ഭയാനകമായ നഷ്ടമായിരുന്നു. ഇതാണ് കർത്താവിൻ്റെ ആദ്യ വരവിൽ സംഭവിച്ചത്. കർത്താവിൻ്റെ 2-ാം വരവ് അടുത്തിരിക്കുന്നു. ഈ സമയത്ത് സഭയിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആദ്യ വരവിൽ ദൈവജനം ഒരു ആത്മീയ ഉറക്കത്തിലായിരുന്നു. ആത്മീയ ആലസ്യ നിഷ്ക്രിയത്വമല്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം അവർ വളരെയധികം പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആദ്യ വരവിൻ്റെ സമയത്ത് ദൈവജനം വളരെ സജീവരായിരുന്നു. ദേവാലയവും അവിടെ ഉണ്ടായിരുന്നു. ന്യായപ്രമാണം അനുസരിച്ചുള്ള എല്ലാ യാഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. അവർ അമാവാസികളും ഉത്സവങ്ങളും എല്ലാം ആചരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ ആത്മീയ സംവേദനാക്ഷമത ഇല്ലാത്തവരായിരുന്നു. അവർ ആത്മീയ നിദ്രയിലായിരുന്നു. മശിഹ വന്ന് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ഇത് മശിഹ അല്ല എന്ന് അവർ പറഞ്ഞു. ഇതായിരുന്നു ദൈവജനങ്ങളുടെ അവസ്ഥ. അവർക്ക് ദൈവശബ്ദത്തെയും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെയും ദൈവത്തിൻ്റെ മശിഹയെയും കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞില്ല. ദൈവജനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. അവരിൽ ഭൂരിപക്ഷത്തിനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കാണുവാനും കഴിയുന്നില്ല. ആകയാൽ ക്രിസ്തുവിലുള്ള നമ്മുടെ വിളി നാം അറിയേണ്ടതുണ്ട്. അതിനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നാം ഒരിക്കലും ആത്മീയനിദ്രയിലായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അതിനെ നാം കാണുമ്പോൾ നാം ഒരിക്കലും ആത്മീയ ഉറക്കത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ 2-ാം വരവ് വളരെ സമീപമായിരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധന്മാരെ ദൈവജനങ്ങളിൽ ഭൂരിഭാഗവും കർത്താവിനെ നഷ്ടമാക്കുവാൻ പോകുന്നു എന്നതാണ് ഒരു നഗ്ന യാഥാർത്ഥ്യം. അതിന് കാരണം അവരുടെ ആത്മീയമായ ഉറക്കമാണ്. വിശുദ്ധന്മാരെ, ഇന്ന് നാം ഉണർന്നിരിക്കേണ്ട സമയമാണ്. ദൈവം സംസാരിക്കുന്ന വചനത്തിനനുസൃതമായി നാം ജീവിക്കേണ്ട സമയമാണിത്. നാം ആയിരിക്കുന്ന കാലത്തെ വിവേചിച്ചറിയേണ്ട സമയമാണിത്. എന്നാൽ ഭൂരിപക്ഷവും ഈ വചനം സ്വീകരിക്കുന്നില്ല. അനേകർ ജീവിച്ചിരിക്കുന്നുവെന്നും ഉണർന്നിരിക്കുന്നുവെന്നും സജീവമാണെന്നും കാണിക്കുവാൻ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഈ ആത്മീയ നിദ്രയിൽ നിന്ന് ദൈവശബ്ദം കേട്ട് നമുക്ക് ഉണർന്ന് എഴുന്നേൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.